അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ പ്രതി അവിനാഷ് ശുക്ലയെ ചോദ്യം ചെയ്യും. ഇതിനായി കോടതിയിൽ നിന്ന് പോലീസ് അനുമതി തേടി. അതിനിടെ ഉത്തർപ്രദേശ് MP ഉജ്വൽ രമൺ സിംഗിനെയും പോലീസ് കരുതൽ തടങ്കലിലാക്കി. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി. വിഷ്ണു, ഈ ചോദ്യം ചെയ്യലും മറ്റു നടപടികളും ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട്. എന്താണ് ഈ കോൺഗ്രസ് നേതാക്കളെ കരുതൽ തടങ്കലിലാക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? ശ്രീജ, കോൺഗ്രസും അതോടൊപ്പം തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഈ വിഷയത്തെ വലിയ രീതിയിൽ രാഷ്ട്രീയമായി തന്നെ BJPക്കുള്ള ആയുധമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഉത്തർപ്രദേശിൽ അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ടായിരുന്നു BJP അധികാരത്തിലെത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ BJP അധികാരത്തിലിരിക്കെ തന്നെ നടത്തിയ വലിയ കൊള്ള അത് BJPക്കെതിരായി തന്നെ വലിയ ആയുധമായി തന്നെ പ്രതിപക്ഷം ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടെയാണ് കോൺഗ്രസിന്റെ പ്രതിനിധി സംഘം ഇന്ന് അയോധ്യ സന്ദർശിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നത്. കോൺഗ്രസ് PCC അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള സംഘം അയോധ്യയിലേക്ക് എത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ അയോധ്യയിലേക്ക് ഇവർ എത്താൻ തീരുമാനിക്കുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് PCC അധ്യക്ഷനെ വീട്ടുതടങ്കലിലേക്ക് മാറ്റുകയാണ് ഉത്തർപ്രദേശ് പോലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുമ്പോഴാണ് ഈ സംഘത്തിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു നേതാവിനെ കൂടി ഇപ്പോൾ വീട്ടുതടങ്കലിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഉത്തർപ്രദേശിൽ നിന്നുള്ള MP ആയിട്ടുള്ള ഉജ്വൽ രമൺ സിംഗിനെയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോലീസ് തടങ്കലിൽ പാർപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കൊന്നും തന്നെ അയോധ്യയിലെത്തി അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുകയാണ് BJP ചെയ്യുന്നത് എന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെ ആരോപിക്കുന്നത്. നേരത്തെ ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനറായ അരവിന്ദ് കെജ്രിവാൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അയോധ്യ സന്ദർശിച്ചിരുന്നു. അന്നും അദ്ദേഹം സന്ദർശിച്ചതിന് പിന്നാലെ വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾ BJPക്കെതിരെ ഉയർത്തുകയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാതിരിക്കാനാണ് എന്തായാലും ഇപ്പോൾ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്വേഷണം മറുവശത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ 8 പേരിൽ ഒരാളാണ് അവിനാഷ് ശുക്ല. ഇയാൾക്ക് ഈ തട്ടിപ്പിന്റെ ഭാഗമായി പണം ലഭിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നുണ്ട് അന്വേഷണ സംഘം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അവിനാഷ് ശുക്ലയുടെ വീട്ടിൽ പോലീസ് എത്തി പരിശോധന നടത്തുകയും പണം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഇവിടെ നിന്ന് ലഭിച്ച ചില സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് അവിനാഷ് ശുക്ലയെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഇപ്പോൾ എന്തായാലും അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. അതിന്റെ ഭാഗമായി കോടതിയെ സമീപിച്ച് അനുമതി തേടുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ജയിലിൽ കഴിയുന്ന അവിനാഷ് ശുക്ലയെ പോലീസ് സംഘം ജയിലിലെത്തിയാകും ചോദ്യം ചെയ്യുക എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച ഈ ഒരു രാഷ്ട്രീയ മാനങ്ങളെല്ലാം കണക്കിലെടുക്കുമ്പോൾ VHPയും ഈ ചമ്പത്രായി ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കാനുള്ള പിടി നേരിയ തോതിൽ അയക്കുന്നതായി നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇതിലെ കുറ്റക്കാർക്കെതിരായ അന്വേഷണങ്ങൾ ശക്തമാകുന്നു. അവർക്ക് ഊരിപ്പോരാൻ പറ്റാത്ത രീതിയിൽ കുരുക്ക് വീഴുന്ന ഒരു സാഹചര്യത്തിൽ ചമ്പത്രായിയെ പതിയെ തള്ളാനുള്ള നീക്കത്തിലേക്കാണ് വിശ്വ ഹിന്ദു പരിഷത്തും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശ്രീജ, വിഷ്ണു പ്രസാദാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ.